പീച്ചി ഡാം സന്ദർശിക്കാനെത്തിയ 4 വിദ്യാർത്ഥിനികൾ റിസർവോയറിൽ അപകടത്തിൽപ്പെട്ടു. അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ. ചാലക്കുടി മലയ്ക്കപ്പാറ റോഡിൽ കാട്ടാന കബാലി വിനോദയാത്രികരുടെ കാർ ആക്രമിച്ചു. പിറവം സ്വദേശിയുടെ കാറിന്റെ ബോണറ്റിലാണ് ആന ചവിട്ടിയത്. ആർക്കും പരിക്കില്ല. കൊല്ലൂർ ചിയ്യാരം വാകയിൽ റോഡിന് സമീപം KSRTC ബസ് ഇടിച്ച് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചു. ചിയ്യാരം സ്വദേശികളായ LC, മേരി എന്നിവരാണ് മരിച്ചത്. ഇരുവരും ബന്ധുക്കളാണ്. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ ഹമ്പുകൾ അപകടക്കെണിയായി മാറുന്നു. പുനർനിർമ്മാണം നടന്ന റോഡിൽ ഹമ്പുകൾ ഉയരം കൂട്ടി നിർമ്മിച്ചതായി ആരോപണം. മരത്തംകോട് ഫർണിച്ചർ വർക്ക്ഷോപ്പിൽ അഗ്നിബാധ. ജീവനക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വാർത്തകൾ വിശദമായി. പീച്ചി ഡാം സന്ദർശിക്കാനെത്തിയ 4 വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടു. പീച്ചി ഡാമിൽ വീണ 4 പേരെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരുടെ നില ഗുരുതരം. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30യോടെയായിരുന്നു അപകടം. പീച്ചി ലൂർദ് മാതാ പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി സുഹൃത്തിന്റെ വീട്ടിൽ വന്നതായിരുന്നു വിദ്യാർത്ഥിനികൾ. ഉച്ചയൂണ് കഴിഞ്ഞ് പീച്ചി ഡാം കാണാൻ എത്തിയതായിരുന്നു 5-അംഗ സംഘം. സെൽഫി എടുത്ത ശേഷം കയ്യും കാലും കഴുകാൻ ചെരുപ്പ് പുറത്ത് ഊരിവെച്ച ശേഷം ചെങ്കുത്തായ പാറയിൽ കയറിയതായിരുന്നു ഇവർ. പാറയിലെ വഴുക്കൽ മൂലം വിദ്യാർത്ഥിനികൾ പീച്ചി ഡാമിലേക്ക് വീഴുകയായിരുന്നു. പീച്ചി ഡാം തെക്കേക്കുളം ഭാഗത്തായിരുന്നു അപകടം. പീച്ചി സ്വദേശിനി തെക്കേക്കുളം പുളിയമ്മാക്കൽ നിമ, പട്ടിക്കാട് ചാണോത്ത് സ്വദേശിനികളായ പാറശ്ശേരി ആൻഗ്രേസ്, ചുങ്കത്ത് അലീന, മുരിങ്ങാത്തുപറമ്പിൽ എറിൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ആൻഗ്രേസ്, അലീന, എറിൻ എന്നിവരുടെ നില ഗുരുതരമാണ്. നിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണ് ഇരുവരും. പീച്ചി ഡാമിൽ വീഴുന്നതിനിടെ നിമയെ ഹിമ രക്ഷപ്പെടുത്തി. തുടർന്ന് ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ എത്തി രക്ഷിക്കുകയായിരുന്നു. 15 മിനിറ്റിനകം ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചതുമൂലം ജീവൻ രക്ഷിക്കാനായി. കുട്ടികൾ പെരുന്നാൾ കൂടാൻ വന്നതാണ്. സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പെരുന്നാൾ കൂടാൻ വന്നതാണ്. അപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു പക്ഷേ കുട്ടികൾ ഡാം കാണാൻ പോയതാണോ എന്നറിയില്ല, അതിനിപ്പോൾ കാൽത്തെറ്റി വീണതാണോ എന്നറിയില്ല. അതിലെ കുട്ടികൾ വീണപ്പോൾ ഹിമ എന്ന് പറഞ്ഞൊരു കുട്ടി ഓളിയിട്ട് ഒച്ച വെച്ചു. അങ്ങനെ അവിടെ അടുത്ത വീടുകളിലൊക്കെ പെരുന്നാളായതുകൊണ്ട് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം ഓടി വന്ന് കൃത്യസമയത്ത് കുട്ടികളെ വെള്ളത്തിൽ നിന്ന് എടുത്ത് CPR കൊടുത്ത് ആംബുലൻസ് വിളിച്ച് ഇവിടേക്ക് എത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് കൃത്യസമയത്ത് അത് എത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇപ്പോൾ 3:15 എനിക്ക് വിളി വരുന്നത്. 3:15 പീച്ചി ഡാമിൻ്റെ കയ്യിലാണ്. ഞങ്ങളുടെ വാർഡ് മെമ്പർ ബാബു തോമസ് ആണ് ഞങ്ങളെ വിളിക്കുന്നത്. ഞങ്ങൾ അവിടെ ചെല്ലുന്നു. വണ്ടികളെല്ലാം 1 കിലോമീറ്റർ ഇപ്പുറത്ത് തന്നെ ഞങ്ങളുണ്ട്. ഞങ്ങൾ ചെല്ലുന്നു. അപ്പോൾ ഓരോ കുട്ടികളെ എടുത്ത് ഓടിക്കൊണ്ടുവരുന്നു. അപ്പം തന്നെ വണ്ടി തിരിക്കാനുള്ള പ്രയാസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പം തന്നെ ഒരു ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങൾ വണ്ടി എടുത്തു. 15 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 4 പേരിലെ ഒരാൾ കുറച്ച് ബെറ്ററായിട്ടുണ്ട്. NIV എന്ന് പറയും. വെന്റിലേറ്ററാണ് 4 പേരും. അതിലൊരാൾ കുറച്ച് ബെറ്ററാണ്. 3 പേര് ഗുരുതരാവസ്ഥയിലാണ്. എന്നാലും വന്നതിനേക്കാളും ബെറ്ററായിട്ടുണ്ട്. ഡോക്ടേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ICUയുടെ ഉള്ളിലാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ജൂബിലിയിലെ എമർജൻസി ടീം എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എല്ലാ ഡോക്ടേഴ്സും എത്തിയിട്ടുണ്ട്. നന്നായിട്ട് നോക്കുന്നു. നമുക്ക് പ്രാർത്ഥനയിൽ അവരെ സമർപ്പിക്കാം. 4 പേരും വെന്റിലേറ്റർ സപ്പോർട്ടിലാണ്. 3 പേര് ശ്വാസനാളത്തിലൂടെ ട്യൂബ് ഇട്ട് വെന്റിലേറ്ററിലേക്ക് കണക്റ്റഡ് ആണ്. BP സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മരുന്നുകൾ പോകുന്നുണ്ട്. ഒരു കുട്ടീനെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ NIV മാസ്ക് വെച്ച് നമ്മൾ വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്ത് ശ്വാസം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തായാലും 4 കുട്ടികളും ഡ്രൗണിങ്ങിൻ്റെ സൈൻസ് ഉണ്ട്. അവർക്ക് ശ്വാസം മുട്ടലും അതിൻ്റേതായ സൈൻസ് ഉണ്ട്. അതെ, നമ്മുടെ ഹോൾ ടീമുണ്ട്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കുട്ടികളെ റെസിസ്റ്റേറ്റ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ സെന്റ് ക്ലേയേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണിവർ. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ സ്പെഷ്യൽ ക്രിട്ടിക്കൽ കെയർ ICUവിലേക്ക് മാറ്റിയതായി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ പറഞ്ഞു. കൂടാതെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഇപ്പോഴെന്തായാലും 3 കുട്ടികളെ സ്പെഷ്യൽ ക്രിട്ടിക്കൽ കെയർ ICUവിലേക്ക് ഇവിടെ തന്നെയുള്ള സംവിധാനത്തിലേക്ക് മാറ്റാൻ ആലോചിച്ചിട്ടുണ്ട്.
നമ്മുടെ ജില്ലയിലെ ക്രിട്ടിക്കൽ കെയർ ICUകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ യൂണിറ്റാണ് ഇവിടെ ജൂബിലിയിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നത്. സ്പെഷ്യൽ ക്രിട്ടിക്കൽ കെയർ ICUയിലേക്ക് അവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റുകൾ ആ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുള്ളൊരു സ്ഥലമാണിവിടെ. അപ്പോൾ അവരുടെ പ്രത്യേക മേൽനോട്ടത്തിലായിരിക്കും ആ നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ഇവിടെ നല്ല ചികിത്സാ കാര്യത്തിൽ നല്ല മെഡിക്കൽ ബോർഡ് തന്നെ രൂപീകരിച്ചുകൊണ്ട് അവർ അതാത് സമയത്ത് നമ്മൾ അറിയിക്കുകയും ആ കാര്യത്തിൽ ഒരു കൃത്യത പുലർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും കാര്യങ്ങളിലൊരു പൊതു ഇവാലുവേഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു മെഡിക്കൽ ടീമിനെ തന്നെ മെഡിക്കൽ കോളേജിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നല്ലത് പ്രതീക്ഷിക്കുക. ആ ഓരോ മിനിറ്റിലും താഴത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഒരാശ്വാസം. വരുന്ന ഘട്ടത്തിൽ തീരെ പൾസ് ഉണ്ടായിരുന്നില്ല 3 പേർക്കും. എന്നാലിപ്പോൾ ഒരു 60-70 ആയിട്ട് പിന്നെ പ്രഷർ ഉയർന്നു വരുന്നുണ്ട്. പ്രഷർ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ പ്രത്യേകമായി കൊടുക്കുന്നുണ്ട്, വെന്റിലേഷൻ കൊടുക്കുന്നുണ്ട്, ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആശുപത്രി സന്ദർശിച്ചു. TC വിനോസ്, തൃശൂർ. ചാലക്കുടി മലയ്ക്കപ്പാറ റോഡിൽ അമ്പലപ്പാറയിൽ കാട്ടാന കബാലി വിനോദയാത്രികരുടെ കാർ ആക്രമിച്ചു. ശനിയാഴ്ച രാത്രി പിറവം സ്വദേശിയുടെ കാറിന്റെ ബോണറ്റിലാണ് ആന ചവിട്ടിയത്. ആർക്കും പരിക്കില്ല. അരമണിക്കൂറിന് ശേഷം ആന പിൻവാങ്ങിയപ്പോൾ വിനോദയാത്ര സംഘം മലയ്ക്കപ്പാറയിലേക്ക് പോവുകയും ചെയ്തു. പെൻസ്റ്റോക്കിന് സമീപം റോഡിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നിരുന്നു. പിന്നീടാണ് ആന കാറിനടുത്തെത്തി ആക്രമണത്തിന് തുനിഞ്ഞത്. ബോണറ്റിൽ ചവിട്ടുമ്പോൾ കാറിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പാണ് കബാലി വീണ്ടും ഷോളയാർ ഭാഗത്തെത്തിയത്. ആന മദപ്പാടിലായതിനാലാണ് വാഹനങ്ങളെ ആക്രമിക്കുന്നതെന്ന് പറയുന്നു. ഒല്ലൂർ ചിയ്യാരം വാകയിൽ റോഡിന് സമീപം KSRTC ബസ്സിടിച്ച് ബന്ധുക്കളായ 2 സ്ത്രീകൾ മരിച്ചു. ചിയ്യാരം സ്വദേശികളായ പൊറാട്ടുകര വീട്ടിൽ ലോനപ്പൻ മകൾ 72 വയസ്സുള്ള LC, റാഫേൽ ഭാര്യ 73 വയസ്സുള്ള മേരി എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ചിയ്യാരം ഗലീലി പള്ളിയിലേക്ക് പോകുന്നതിനിടെ റോഡ് മുറിച്ചു കടക്കവേ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. ഇരുവരും തൽക്ഷണം മരിച്ചു. ഒല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കം സെന്ററിലെ ഹമ്പുകൾ അപകടങ്ങൾക്കിടയാക്കുന്നതായി പരാതി. നിർമ്മാണത്തിലെ അപാകത മൂലം റോഡിന് മിനുസമുള്ള അവസ്ഥയിലായപ്പോഴാണ് റോഡിൽ സ്പീഡ് ബ്രേക്കിംഗ് ഹമ്പുകൾ നിർമ്മിച്ചത്. ഇത് നിരവധി അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട്. റോഡ് അപാകതയുള്ള ഭാഗം കഴിഞ്ഞ ദിവസം പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഹമ്പുകൾ നീക്കം ചെയ്യുന്നതിന് പകരം ഉയരം കൂട്ടി പുതിയ ഹമ്പുകൾ നിർമ്മിക്കുകയാണ് അധികൃതർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ചുങ്കം സെന്ററിന്റെ 2 വശത്തോട്ടും 30 മീറ്റർ നീളത്തില് സിംഗിൾ ലൈൻ വരയ്ക്കുക. ഇവിടെ ലൈൻ തെറ്റി വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വരുന്നു. ഹമ്പിന്റെ വലിപ്പച്ചെറുപ്പം അനുസരിച്ച് വണ്ടികൾ എളുപ്പവഴി ഇവിടെ പോകാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു വ്യക്തമായ പരാതി PWD ഓഫീസർക്ക് നൽകിയിട്ടും ഇതുവരെയായിട്ടും ഇതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. 2 വർഷം മുമ്പ് പണിത ഈ റോഡിന്റെ സ്ലിപ്പറി കൊണ്ടാണ് ഇവിടെ ഏകദേശം 50ഓളം അപകട പരമ്പരകൾ ഇവിടെ നടന്നിട്ടുള്ളത്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ ഒരു മരണം ഇതുവരെ നടക്കാതെ പോയത്. ഇപ്പൊ ആ റോഡിന്റെ അത് പൊളിച്ചിട്ട് പുതിയൊരു പണിതിട്ടുണ്ട്. ഇപ്പൊ അതിന് പ്രശ്നങ്ങളില്ല. അപ്പൊ ഈ അമ്പ് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണം. കാരണം വെച്ചാൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ അമ്പ് അയച്ചു കൂട്ടിയിട്ടാണ് ഇട്ടത്. പിന്നെ ട്രാഫിക് ജാമും വരുന്നുണ്ട്. റോഡിന്റെ ഒരു വശത്ത് കുഴിയുള്ളതിനാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുകയും പരിസരത്തെ കടകളിലേക്ക് വെള്ളം തെറിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൽ പരാതിപ്പെട്ടിട്ടും അപാകതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. TC വിനോസ്, എരുമപ്പെട്ടി. മരത്തംകോട് ഫർണിച്ചർ വർക്ക്ഷോപ്പിൽ അഗ്നിബാധ. ജീവനക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം നിരവധി ജീവനക്കാർ ഷോപ്പിലുണ്ടായിരുന്നു. വർക്ക്ഷോപ്പിനോട് ചേർന്ന് മെറ്റീരിയലുകൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിലാണ് ആദ്യം തീപിടിച്ചത്. തുടർന്ന് മറ്റു ഭാഗങ്ങളിലേക്കും തീ പടർന്നു പിടിക്കുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്.
മാപ്രാണം കുഴിക്കാട്ട് കോണത്ത് ബൈക്കിൽ സഞ്ചരിക്കുന്ന ദമ്പതികളെ തടഞ്ഞു നിർത്തി 3 കിലോ വെള്ളി ആഭരണങ്ങൾ തട്ടിയെടുത്തതായി പരാതി. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. മാപ്രാണം സെന്ററിൽ ജ്വല്ലറി നടത്തിയിരുന്ന കുഴിക്കാട്ടുകുളം സ്വദേശി അശോക് ചവാനും ഭാര്യയും ജ്വല്ലറി അടിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 2 പേർ ആദ്യം സഞ്ചി തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും അത് കഴിയാതെ വന്നപ്പോൾ തിരിച്ചുവന്ന് കത്തി കാണിച്ച് സഞ്ചി തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയായിരുന്നു. 3 കിലോ വെള്ളിയാഭരണങ്ങളാണ് സഞ്ചിയിൽ ഉണ്ടായിരുന്നത്. പരാതിയെ തുടർന്ന് റൂറൽ SP കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്ത് നിന്ന് സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ മനക്കലപ്പടി ജംഗ്ഷന് സമീപം ബസ് കാനയിലേക്ക് താഴ്ന്നു. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ചീനിക്കാസ് എന്ന സ്വകാര്യ ലിമിറ്റഡ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിറയെ യാത്രക്കാരുണ്ടായിരുന്ന ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. കോണത്തുകുന്ന് ജംഗ്ഷൻ മുതൽ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് ജംഗ്ഷൻ വരെ റോഡ് കോൺക്രീറ്റിംഗ് പണി നടക്കുന്നതിനാൽ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഒറ്റവരി ഗതാഗതമായിരുന്നു. നിർമ്മാണം പൂർത്തിയായ റോഡിന്റെ പടിഞ്ഞാറു ഭാഗത്ത് ചാക്കുകൾ നനച്ചിട്ടിരുന്നു. ഇതിലൂടെ കയറിയ ബസ് തെന്നി കാനയിലേക്ക് ചെരിഞ്ഞതായിരിക്കാമെന്നാണ് നിഗമനം. ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത അപകടങ്ങൾക്കും അപകടമരണങ്ങൾക്കും കാരണമായിട്ടും പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ബലാത്സംഗ കേസിലെ പ്രതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടൂർ തൊപ്പിത്തറ സ്വദേശി പോക്കാക്കില്ലത്ത് വീട്ടിൽ ആസിഖ് എന്നറിയപ്പെടുന്ന സുധീറിനെയാണ് കാട്ടൂർ SHO ER ബൈജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതി അതിജീവിതയുടെ ജീവിത സാഹചര്യം മുതലെടുത്ത് വീട്ടുകാരുമായി സൌഹൃദം സ്ഥാപിക്കുകയും അതിജീവിതയുടെ വീട്ടിൽ പോയി വീഡിയോകളും ഫോട്ടോകളും എടുത്ത് ഭീഷണിപ്പെടുത്തി പല തവണകളായി 1 ലക്ഷം രൂപയോളം കൈക്കലാക്കുകയും പല തവണകളായി പീഡിപ്പിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ രമേശ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മിനി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സിജി ധനേഷ്, ഷൌക്കർ എന്നിവരും ഉണ്ടായിരുന്നു. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ പാറമടയിൽ ചാടി മധ്യവയസ്കൻ മരിച്ചു. അവിട്ടത്തൂർ സ്വദേശി നാട്ടേക്കാടൻ 53 വയസ്സുള്ള ജോഷിയാണ് മരിച്ചത്. മാളയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് പാറമടയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തത്. ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീരസംഘങ്ങളുടെയും ക്ഷീരകർഷകരുടെയും സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ക്ഷീരസംഗമത്തിന് ശ്രീനാരായണപുരത്ത് തുടക്കമായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ പതാക ഉയർത്തി. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ N വീണ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. ഡയറി എക്സ്പോ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. വിവിധ ശില്പശാലകളും ഘോഷയാത്രയും നടന്നു. തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന പൊതുസമ്മേളനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ആചാരപ്പെരുമയോടെ മച്ചാട് കരുമത്രയിൽ തിരുവാതിര ചോഴി നടന്നു. ശിവന്റെ ഭൂതഗണങ്ങളായ ചോഴികൾ ദേശത്തെ എല്ലാ വീടുകളിലുമെത്തി. കരുമത്ര മാമാങ്ക കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരുവാതിര ചോഴി നടന്നത്. പതിറ്റാണ്ടുകളായി കരുമത്രയിൽ മുടങ്ങാതെ തിരുവാതിര തലേന്ന് ചോഴി എത്താറുണ്ട്. ചോഴികൾക്ക് പുറമെ രാശിപ്പട്ടർ, കാലൻ, മുത്തശ്ശി എന്നീ വേഷങ്ങളും ഉണ്ടായിരുന്നു. ചെണ്ടയുടെയും കൊമ്പിന്റെയും ഇലത്താളത്തിന്റെയും അകമ്പടിയോടെ എത്തുന്ന ചോഴിയെ വീട്ടുകാർ ധാന്യങ്ങളും പുതുവസ്ത്രങ്ങളും പണവും നൽകി യാത്രയാക്കി. സംഗീതത്തിലൂടെ എല്ലാവരെയും ഒരുമിപ്പിക്കുവാനും സാഹോദര്യത്തോടെ മുന്നോട്ടു പോകുവാനും കഴിയുമെന്ന് പ്രശസ്ത ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പറഞ്ഞു. പാടൂർക്കടവ് ചായക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഭാവഗായകൻ P ജയചന്ദ്രൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. കഴിഞ്ഞ 3 വർഷമായി പുളിക്കക്കടവ് പാലത്തിന് സമീപം എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ നടക്കുന്ന സംഗീത പരിപാടിയിലേക്ക് നിരവധി ആളുകളാണ് സംഗീതത്തിന്റെ പുതിയ അനുഭവങ്ങൾ തേടിയെത്തുന്നത്. P ജയചന്ദ്രൻ പാടിയ പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള സംഗീത പരിപാടിയും ഉണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ശ്രദ്ധേയരായ കുട്ടികൾക്ക് സ്നേഹസമ്മാനങ്ങളുമായി കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകരെത്തി. എരുമപ്പെട്ടി മുണ്ടങ്കോട് ഗ്രാമത്തിലെ 12 പേരടങ്ങുന്ന കുട്ടിസംഘമാണ് നന്മയുടെയും കരുണയുടെയും മാതൃക കാഴ്ചവെച്ചത്. കുട്ടികൾക്കേറെ ഇഷ്ടമുള്ള ഫുട്ബോളും ജേഴ്സിയുമാണ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ സമ്മാനിച്ചത്. കാർത്തിക്, ഹവീൻ, ശങ്കർദേവ്, അമൽ കൃഷ്ണ, അഗ്നിദേവ്, അശ്വജിത്, നിരഞ്ജൻ, നീരജ്, അനായക്, പ്രണക്, ഗൗതം, ദേവാനന്ദൻ
എന്നിവരടങ്ങുന്ന കുട്ടി സംഘമാണ് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത്. കരോൾ നടത്തി ലഭിച്ച പണമുപയോഗിച്ച് തനിച്ച് താമസിക്കുന്ന നിരാലംബയായ വയോധികയ്ക്ക് ക്രിസ്മസ് ദിനത്തിൽ കേക്കും ഭക്ഷ്യക്കിറ്റും നൽകിയാണ് സഹജീവി സ്നേഹത്തിന്റെയും കരുതലിന്റെയും സന്ദേശം ഇവർ സമൂഹത്തിന് പകർന്നു നൽകിയത്. ഫുട്ബോളും ജേഴ്സിയും വാങ്ങുവാനാണ് കുട്ടി സംഘം കരോൾ നടത്തിയത്. കരോളുമായി നെല്ലുവായ് തെക്കുമുറി ലക്ഷ്മിയമ്മയുടെ വീട്ടിലെത്തിയ കുട്ടികളോട് കരോൾ നടത്തണ്ടെന്നും നിങ്ങൾക്ക് തരാൻ കയ്യിൽ പണമില്ലെന്നും ലക്ഷ്മിയമ്മ കുട്ടികളെ അറിയിക്കുകയായിരുന്നു. ഇവരുടെ സാഹചര്യം തിരിച്ചറിഞ്ഞ കുട്ടികൾ കരോൾ വഴി തങ്ങൾക്ക് ലഭിച്ച പണം ലക്ഷ്മിയമ്മയ്ക്ക് നൽകുകയും ക്രിസ്മസ് ദിനത്തിൽ ഭക്ഷ്യവസ്തുക്കളുമായി എത്തി ലക്ഷ്മിയമ്മയോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്തു. കുട്ടികളുടെ മാതൃകാപരമായ പ്രവർത്തനം TCV റിപ്പോർട്ട് ചെയ്യുകയും ഈ വാർത്ത സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. TCV വാർത്ത ശ്രദ്ധയിൽപ്പെട്ടാണ് ഷെയർ ആൻഡ് കെയർ പ്രവർത്തകർ കുട്ടികൾക്കിഷ്ടപ്പെട്ട സമ്മാനപ്പൊതികളുമായി എത്തിയത്. ആ ക്രിസ്മസ് കരോള് നടത്തി അവർക്ക് കിട്ടിയ ചെറിയ സാമ്പത്തിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് ക്രിസ്മസ് ആഘോഷം ആ അമ്മൂമ്മയോടൊപ്പം നടത്തുകയും അത്യാവശ്യം വേണ്ട പലവ്യഞ്ജനങ്ങളൊക്കെ അടങ്ങുന്ന ഒരു കിറ്റ് ആ വീട്ടിലേക്ക് സമ്മാനമായി നൽകിയെന്ന വാർത്ത അറിയാൻ സാധിച്ചത്. അവർക്കൊരു ഫുട്ബോൾ വാങ്ങാനും ജേഴ്സി വാങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഈ പരിശ്രമങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ അതിനേക്കാൾ വലിയ ഒരു സാമൂഹിക മൂല്യമുള്ള ഒരു കാര്യം കണ്ടപ്പോൾ അവർ അതൊക്കെ മാറ്റിവെച്ച് ആ അമ്മൂമ്മയുടെ സന്തോഷത്തിൽ പങ്കാളികളായി ഈ ചെറുപ്രായത്തിലെ കുട്ടികൾ എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ ആ സ്വപ്നം, ഫുട്ബോളും ജേഴ്സിയും എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതും നേരിൽ വന്ന് അവരെ അഭിനന്ദിക്കണം എന്നും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് ഇന്ന് ഈ ഗ്രാമത്തിലെത്തിയത്. വാർഡംഗം NP അജയന്റെയും TCV റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടിയുടെയും സാന്നിധ്യത്തിൽ ഷെയർ ആൻഡ് കെയർ പ്രസിഡന്റും കുന്നംകുളം നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ കുട്ടികൾക്ക് ഫുട്ബോളുകളും ജേഴ്സികളും സമ്മാനിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ള പ്രഗത്ഭരുടെ പുസ്തകങ്ങളും കുട്ടികൾക്ക് നൽകി. സംഘടനാ അംഗങ്ങളായ ഷമീർ ഇഞ്ചിക്കാലയിൽ, ജിനാഷ് തെക്കേക്കര, AA ഹസൻ, PM ബെന്നി, EMK ജിഷാർ, ജിനീഷ് നായർ എന്നിവരും സന്നിഹിതരായിരുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. യുവകഥാകൃത്ത് പെരുമ്പിലാവ് പൊതിയഞ്ചേരി ഷമീറിന്റെ പൊതിയഞ്ചേരി പുരാണങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിങ്കളാഴ്ച നടക്കും. സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന പ്രകാശന ചടങ്ങിൽ കവി റഫീഖ് അഹമ്മദ്, സംവിധായകൻ പ്രിയനന്ദനൻ, ചലച്ചിത്ര നടൻ സുനിൽ സുഗത തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. സിനിമ, നാടകം, ടെലിഫിലിം എന്നിവയ്ക്ക് കഥകൾ രചിച്ചിട്ടുള്ള ഷമീറിന്റെ ആദ്യ കഥാസമാഹാരമാണ് പൊതിയഞ്ചേരി പുരാണങ്ങൾ. കോഴിക്കാട് ഹാർമോണിയം പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. പുസ്തകത്തിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്. പി ഭാസ്കരൻ മാസ്റ്ററുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായി പി ഭാസ്കരൻ ഫൌണ്ടേഷൻ കൊടുങ്ങല്ലൂരിൽ കെ രാഘവൻ മാസ്റ്ററുടെയും പി ജയചന്ദ്രന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. ഫൌണ്ടേഷൻ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. E ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫൌണ്ടേഷൻ സെക്രട്ടറി CS തിലകൻ, ബക്കർ മേത്തല എന്നിവർ സംസാരിച്ചു. ഇത് ഈ ദേശത്തെ പാടിയിരിക്കുന്നത് നിങ്ങൾ കേൾക്കണം. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ദനഹ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് പ്രദക്ഷിണം നടന്നു. തുടർന്ന് വർണ്ണമഴ അരങ്ങേറി. ഇവിടെ എത്താൻ കഴിയാതെ വിദേശത്തും മറ്റു സ്ഥലങ്ങളുമായിരിക്കുന്നവരെയും നമുക്ക് ഓർക്കാം. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ കോമരത്തെ വാഴിച്ചു. അഗതിയൂർ ചിറ്റഴി വീട്ടിൽ ഗിരീഷാണ് പുതിയ കോമരം. ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി വാഴിക്കൽ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെ മുൻ കോമരം ലക്ഷ്മണൻ നായരുടെ മരണത്തെ തുടർന്നാണ് പുതിയ കോമരമായി ചിറ്റഴി ഗിരീഷിനെ അവരോധിച്ചത്. ക്ഷേത്ര ഊരാള കുടുംബാംഗങ്ങൾ, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അന്നദാനവും ഉണ്ടായിരുന്നു. കേരള സാഹിത്യ അക്കാദമി ചെറുകഥ പുരസ്കാര ജേതാവ് N രാജന് ജന്മനാടിന്റെ സ്നേഹാദരം. പുതൂർക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ഊട്ടുപുരയിൽ നടന്ന അനുമോദന സമ്മേളനം മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുതൂർക്കര ദേശീയ വായനശാല സെക്രട്ടറി M നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർമാരായ മേഫി ഡെൽസൺ, സുനിത വിനു എന്നിവർ സംസാരിച്ചു. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷനും പല്ലിശ്ശേരി ശാന്തി ഭവൻ പാലിയേറ്റീവ് ആശുപത്രിയും സംയുക്തമായി നടത്തുന്ന സൌജന്യ മെഡിക്കൽ കാരവാൻ ക്യാമ്പ് ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും CMA ജനറൽ സെക്രട്ടറിയുമായ ജോജി തോമസ് അധ്യക്ഷത വഹിച്ചു. ശാന്തി ഭവൻ പാലിയേറ്റീവ് ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റിഷിൻസ്മൺ ക്യാമ്പിന് നേതൃത്വം നൽകി. CMA വൈസ് പ്രസിഡന്റ് KN സുധീർ, സെക്രട്ടറിമാരായ PM അബ്ദുൾ ജാഫർ, AS രാജൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷഹീർ, ഫെസ്റ്റ ലവിൻ, രതി രാജൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ആനച്ചമയ പ്രദർശനം ആരംഭിച്ചു. വടക്കേ നടയിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം ഓഫീസർ വിനോദ്, ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി A വിജയൻ, ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നലെ ആരംഭിച്ചു. ഇന്ന് ക്ഷേത്രത്തിലെ സ്വന്തം ആനച്ചമയം, കൊടുങ്ങല്ലൂരമ്മയുടെ ആനച്ചമയം എന്ന് തന്നെ പറയാം, ആനച്ചമയം ഇവിടെ താലപ്പൊലിയോടനുബന്ധിച്ച് പ്രദർശനം ആരംഭിച്ചു. 14 മൂന്നാം താലപ്പൊലി, 14 നാലാം താലപ്പൊലി. ജനുവരി 14 തീയതി ഒന്നാം താലപ്പൊലി ദിവസം മകരം 1-ാം തീയതി കുരുമ്പാമ്മയുടെ മുന്നിൽ നിന്നും കൃത്യം 1 മണിക്ക് എഴുന്നള്ളിപ്പ് ആരംഭിക്കും. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ച് ചമയ പ്രദർശനം നടന്നു. KG ഹാളിൽ ഒരുക്കിയ ചമയ പ്രദർശനം ക്ഷേത്രയോഗം പ്രസിഡന്റ് MV വിജയൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി MV സുരേഷ്, ട്രഷറർ VK സുനിൽ ബാബു, വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, CR ബാബുരാജ്, NR വിജയൻ, CR ആര്യൻ എന്നിവർ പങ്കെടുത്തു. 20 പൂരം സെറ്റ് കരയോഗങ്ങളുടെ ആനച്ചമയ പ്രദർശനമാണ് ഒരുക്കിയത്. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. 14-ന് ഉത്സവബലിയും 15-ന് പള്ളിവേട്ടയും നടക്കും. 16-ന് ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി KP ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി അംഗം R ജയകുമാർ, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ P ശങ്കുണ്ണിരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുനർനിർമ്മിച്ച CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് നിർവഹിച്ചു. പാറൻ സ്മാരക സ്തൂപത്തിന്റെ ഉദ്ഘാടനം CPI സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ നിർവഹിച്ചു. CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അംഗം TB ഷാജി അധ്യക്ഷനായി. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PV അശോകൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KK ജോബി, KM ജയദേവൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AB ജയപ്രകാശ്, ഷീല വിജയകുമാർ, KK രാജേന്ദ്ര ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വളരെ വലിയ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന വിവാഹ സഹായ പദ്ധതിയുടെ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ പ്രഥമ വിതരണ ഉദ്ഘാടനം കോടാലി യൂണിറ്റിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് വെട്ടിയാട്ടിൽ രാമകൃഷ്ണന്റെ കുടുംബത്തിന് നൽകി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് നവവൈദികൻ ഫാദർ തേജസ് കുന്നപ്പള്ളി കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആൽവിൻ അറയ്ക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. ഫാദർ മെൽവിൻ കളപ്പുരയ്ക്കൽ സന്ദേശം നൽകി. തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, ജനറൽ കൺവീനർ ഡേവിസ് പാണാടൻ, കൈക്കാരന്മാരായ ദേവസി മാഞ്ഞൂക്കാരൻ, കൊച്ചപ്പൻ ചാക്കിയത്ത്, ഷാജൻ കുറിയടത്ത് എന്നിവർ നേതൃത്വം നൽകി. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ 1-2 വാർഡുകളിൽ റോഡരികിലെ പൊന്തക്കാടുകളും കുറ്റിച്ചെടികളും മുസ്ലിം ലീഗ് പ്രവർത്തകർ വെട്ടിവൃത്തിയാക്കി. മാട്ടുമ്മൽ, പണ്ടാരമാട് കോളനി റോഡ്, അംബേദ്കർ റോഡ് എന്നിവയാണ് ശ്രമദാനത്തിലൂടെ വൃത്തിയാക്കിയത്. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PM മൊഹസിൻ അധ്യക്ഷനായിരുന്നു. മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി SM അൽത്താഫ് തങ്ങൾ, MK ഹബീബ്, PM ജമാൽ, AM അഷ്റഫ് തങ്ങൾ, ഷറഫുദ്ദീൻ മാട്ടുമ്മൽ, ജാഫർ സാദിഖ് തങ്ങൾ, NP യൂസഫ്, ജബ്ബാർ കോട്ടയ്ക്കൽ, NP അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
സംഘഗ്രാമം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം പനമണ്ണയിൽ നെൽകൃഷി കൊയ്ത്തുത്സവം നടത്തി. കൊയ്ത്തുത്സവം ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് സജി കെ ചേരമൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് സെക്രട്ടറി ടി.എം. കൃഷ്ണൻകുട്ടി, ഭീം മിഷൻ സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ അജി എം. ചാലക്കേരി, സി.പി. രാമൻ, എം.പി. കൃഷ്ണൻ തുടങ്ങിയവർ കൊയ്ത്തിന് നേതൃത്വം നൽകി. പാലക്കാട് കടമ്പൂർ ശ്രീ പനയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അന്നദാന മണ്ഡപത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി ഉദ്ഘാടനം ചെയ്തു. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം. ദണ്ഡപാണി മുഖ്യാതിഥിയായി. ക്ഷേത്ര ഭാരവാഹികളും ഭക്തരും ചടങ്ങിൽ പങ്കെടുത്തു. ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള കഠിനാധ്വാനം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നു. വാണിജ്യം. "90 ഡേയ്സ് ഹൌസ് ബിൽഡ് ചലഞ്ചുമായി എസ്.ആർ. ഹോംസ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുകയാണ് എസ്.ആർ. ഹോംസ്. 30 വർഷത്തിലേറെ നിർമ്മാണ രംഗത്ത് പരിചയമുള്ള എസ്.ആർ. ഹോംസ് പുതിയ പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതൊരു സാധാരണക്കാരനും ഒരു വീട് നിർമ്മിക്കുമ്പോൾ ചിന്തിക്കുക 8 മാസം അല്ലെങ്കിൽ 1 വർഷം സമയമെടുക്കുമെന്നാണ്. എന്നാൽ ഈ ധാരണ മാറ്റുകയാണ് പുതിയ ചാലഞ്ചിലൂടെ എസ്.ആർ. ഹോംസ്. വെറും 90 ദിവസത്തിനുള്ളിൽ 1000 മുതൽ 1500 സ്ക്വയർ ഫീറ്റ് വരെ വരുന്ന വീട് നിർമ്മിച്ചു നൽകും. എങ്ങനെ 90 ദിവസം കൊണ്ട് ഒരു വീട് നിർമ്മിക്കുന്നുവെന്ന് എസ്.ആർ. ഹോംസ് ലൈവായി കാണിച്ചു തരുന്നു. അതിനായി എസ്.ആർ. ഹോംസിന്റെ ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും എല്ലാ ദിവസവും വൈകുന്നേരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. സംശയങ്ങൾ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാനും ലൈവിൽ അവസരമുണ്ട്. എസ്.ആർ. ഹോംസിന്റെ മാനേജിംഗ് ഡയറക്ടർ രാഹുൽ സുരേന്ദ്രൻ, മറ്റ് ഡയറക്ടർമാരായ സുരേന്ദ്രൻ, കെ.ബി. ലത എന്നിവരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9847246520, 8138001381 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. 35 വർഷത്തെ സേവന പാരമ്പര്യവുമായി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഹോൾസെയിൽ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകിവരുന്ന കൂനൻ ജ്വല്ലേഴ്സിന്റെ പുതിയ റീറ്റെയിൽ ഷോറൂം കൂനൻ ഫിനാൻസും പുത്തൂരിൽ പ്രവർത്തനമാരംഭിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫെറോന ദേവാലയത്തിന് സമീപം കൂനൻ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച കൂനൻ ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് രജിഷ വിജയനും കൂനൻ ഫിനാൻസിന്റെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം ഫിറോഷ് മോഹനും നിർവഹിച്ചു. ആദ്യ വിൽപ്പനയും ഇരുവരും ചേർന്ന് നടത്തി. പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ഫാദർ സന്തോഷ് ആന്റണി നേതൃത്വം നൽകി. ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയായിരുന്നു. പുത്തൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി.കെ. ശ്രീനിവാസൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.എസ്. സജിത്ത്, ബി.ജെ.പി. പുത്തൂർ ഏരിയ പ്രസിഡന്റ് പ്രദീപ് ഞാറ്റുവെട്ടി, ജെ.എം.എ. സംസ്ഥാന ജനറൽ സെക്രട്ടറി എ.കെ. സാബു, കെ.വി.വി.ഇ.എസ്. ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ, പുത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് പി.ആർ. ചന്ദ്രൻ, കൂനൻ ജ്വല്ലേഴ്സ് ആൻഡ് ഫിനാൻസ് മാനേജിംഗ് പാർട്ണർ കെ.ഡി. ആന്റോ, പാർട്ണർമാരായ ആൽവിൻ ആന്റോ, അലോഷ്യസ് ആന്റോ, ലിജി ആന്റോ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 916 HMUID ഹോൾമാർക്കോട് കൂടിയ സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഹോൾസെയിൽ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന കൂനൻ ജ്വല്ലേഴ്സ് ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് ഏതൊരു ഡിസൈനിലും അവർ ആഗ്രഹിക്കുന്ന വിലയിലും തൂക്കത്തിലും സ്വർണ്ണ ഡയമണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതാണ്. 3 പവൻ മുതൽ തൂക്കം വരുന്ന ബ്രൈഡൽ സെറ്റ്, 365 ദിവസം നീണ്ടു നിൽക്കുന്ന റൈഡ് ബുക്കിംഗ് സൗകര്യം, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ കളക്ഷനുകൾ, മാസം തോറും തവണ വ്യവസ്ഥയിൽ തുകയടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സൗകര്യം, 2900 രൂപ മുതൽ ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള അവസരം എന്നിവയെല്ലാം കൂനൻ ജ്വല്ലേഴ്സിന്റെ പ്രത്യേകതകളാണ്. കൂടാതെ ഉയർന്ന മൂല്യത്തിൽ ഏറ്റവും കുറഞ്ഞ പലിശയിൽ ഗോൾഡ് ലോൺ സൗകര്യം ഒരുക്കിക്കൊണ്ട് കൂനൻ ഫിനാൻസ് സേവനവും ലഭ്യമാണ്. മാർച്ച് 31 വരെ കൂനൻ ഫിനാൻസിൽ നിന്ന് 12% പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ഇനി സ്വന്തമാക്കാം. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7300 രൂപ, പവന് 58400 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3304 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പീച്ചി ഡാം സന്ദർശിക്കാനെത്തിയ 4 വിദ്യാർത്ഥിനികൾ റിസർവോയറിൽ അപകടത്തിൽപ്പെട്ടു. അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ. ചാലക്കുടി മലയ്ക്കപ്പാറ റോഡിൽ കാട്ടാന കബാലി വിനോദയാത്രികരുടെ കാർ ആക്രമിച്ചു. പിറവം സ്വദേശിയുടെ കാറിന്റെ ബോണറ്റിലാണ് ആന ചവിട്ടിയത്. ആർക്കും പരിക്കില്ല. കൊല്ലൂർ ചിയ്യാരം വാഗയിൽ റോഡിന് സമീപം KSRTC ബസ്സിടിച്ച് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചു. ചിയ്യാരം സ്വദേശികളായ LC, മേരി എന്നിവരാണ് മരിച്ചത്. ഇരുവരും ബന്ധുക്കളാണ്. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ ഹമ്പുകൾ അപകടക്കെണിയായി മാറുന്നു. പുനർനിർമ്മാണം നടന്ന റോഡിൽ ഹമ്പുകൾ ഉയരം കൂട്ടി നിർമ്മിച്ചതായി ആരോപണം. മരത്തംകോട് ഫർണിച്ചർ വർക്ക്ഷോപ്പിൽ അഗ്നിബാധ. ജീവനക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.